ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ ബി.ജെ.പി അട്ടിമറിയെ പ്രതിരോധിച്ച് കോൺഗ്രസ് 15 ബി.ജെ.പി എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി നിയമസഭാ ബജറ്റ് പാസാക്കി. രാജിവെക്കില്ലെന്നും പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനായി AICC നിരീക്ഷകരായ DK ശിവകുമാറും ഭൂപേന്ദർ ഹൂഡയും ഷിംലയിലെത്തി. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് താൽക്കാലിക ആശ്വാസം. സംസ്ഥാന ബജറ്റ് പാസാക്കി സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. പിന്നാലെ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 15 ബി.ജെ.പി എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ബജറ്റ് പാസാക്കിയത്. കോൺഗ്രസ് സർക്കാർ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു. हमारी सरकार पूरे 5 साल चलेगी. कोई राज्यसभा के वोट के बाद जो हमारी अभी स्थितियां है वहाँ हमारी मेजोरिटी है और ये भी ना सोचे कुछ उनके साथ के विधायक भी हमारे संपर्क में हैं. निश्चित तौर पर मैं ये दावे के साथ कह सकता हूं कि भारतीय जनता पार्टी जो ड्रामा करना चाह रही है कर रही है और उस ड्रामे को वो अच्छा निभा रही है और अच्छे कलाकार हैं. बहुत बहुत धन्यवाद. മന്ത്രിസ്ഥാനം രാജിവെച്ച വിക്രമാദിത്യ സിംഗിന്റെ രാജി സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രൂക്ഷ വിമർശനം സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ ഉയർത്തിയാണ് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചത്. ബി.ജെ.പിയിലേക്ക് ഇല്ലെന്ന് വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. ऐसा कुछ नहीं है. ये सारे अफसरों का जो है अफवाहों का बाजार होता है. സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ബി.ജെ.പിയും തേടുന്നുണ്ട്. സസ്പെൻഷൻ ചോദ്യം ചെയ്ത് എം.എൽ.എമാർ കോടതിയെ സമീപിക്കും. ബജറ്റ് പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ് ബി.ജെ.പി എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്തത് എന്ന് ജയറാം ഠാക്കൂർ പ്രതികരിച്ചു. ബി.ജെ.പി ദേശീയ നേതൃത്വവും ഹിമാചലിലെ സാഹചര്യം നിരീക്ഷിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ വിമത നീക്കം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് ലഭിച്ചതാണ്. എന്നാൽ വേണ്ട രീതിയിൽ ഹൈക്കമാൻഡ് ഇടപെടാത്തതാണ് നിലവിലത്തെ പ്രതിസന്ധിക്ക് കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനെതിരെയും ഹൈക്കമാൻഡിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.